അവിടുത്തെ ഫുഡിനൊക്കെ വളരെ നല്ല ടേസ്റ്റ് ആണ്. അതുകൊണ്ട് നിനക്കത് ഒരുപാട് ഇഷ്ടമാവും ജിൻഡു. വാവ്, ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. ഗുഡ് നൈറ്റ്, എന്നാ രാവിലെ കാണാം. ഞാനും എന്നാ പോവാണേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഇമ്ലി. ജിൻഡു, നിന്റെ വീറ് എന്തൊക്കെയായി പറയുന്നേ? അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ. ഇന്ന് ഞാൻ അവനെ മിനാറിലെ കെട്ടി തൂക്കിയിട്ടു. അതുകൊണ്ട് ഇനി അവൻ ഒരിക്കലും എന്റെ അടുത്ത് അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്നൊന്നും പറയില്ലേ. പിണ്ടു പ്ലീസ്, എന്നെ ഒന്ന് പുറത്ത് വിട്. ഇപ്പൊ വിടില്ല. നാളെ ഞങ്ങൾ എല്ലാവരും വലിയൊരു ഹോട്ടലില് ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്. ഞാൻ പറയുന്നത് നീ ജീവിതകാലം മുഴുവനും ഇവിടെ ഇരുന്നാ മതിയെന്നാ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ തന്നെ നിന്നെ പുറത്തേക്ക് എടുക്കാം. വീർ, നിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷായി. വീർ, ആ ബോട്ടിൽ ആഞ്ഞുരയ്ക്ക്, അപ്പൊ ഞാൻ പുറത്തു വരും. ഓക്കേ. ഇന്ന് ആ പിണ്ടുവിനെ ഞാൻ വെറുതെ വിടില്ല. പിണ്ടു! ആരാ ഇവിടെ നിക്കണ്ടെന്ന് ഇന്നൊരു ഏറ്റുമുട്ടലിലൂടെ തീരുമാനിക്കാം. ജയിക്കുന്ന ആള് ഈ ഭൂമിയിൽ നിൽക്കും, തോൽക്കുന്ന ആള് തിരിച്ച് ആ കുപ്പിക്കകത്തേക്ക് തന്നെ പോണം. ആ, എനിക്ക് സമ്മതമാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മാജിക് ഒക്കെ ഉപയോഗിച്ച ആൾക്കാരൊക്കെ കാണും. നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോവാം. ഇപ്പൊ പോവാം. അപ്പൂപ്പ പ്ലീസ്, ഇംലിയും കുട്ടി ഇവിടെ നിന്ന് വേഗം പോ. അപ്പൂപ്പ, ഇംലി. അപ്പൂപ്പ, അപ്പൂപ്പന് കുഴപ്പമൊന്നുമില്ലല്ലോ. Wingsuit on! Wingsuit on!
Hey, Timbuktu. How are you? Not fine. Thank you. ഹലോ, എന്താ സംഭവിച്ചതാ? ബോസ്. എപ്പോഴും നടക്കാറുള്ളത് തന്നെ സംഭവിച്ചു ബോസ്. ഈ വീറിനെ പിടിക്കുന്നതേ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ ടിംബക്ടു ഇപ്പൊ കണ്ടം വഴി ഓടാൻ പോവുകയാണ് ബോസ്. ഓവർ ആൻഡ് ഔട്ട്. വേഗം ചെല്ല്, ആ വീറിനെ അറ്റാക്ക് ചെയ്യ്. വീറിനോട് പറഞ്ഞേ പറ്റൂ. അങ്ങോട്ട് നോക്ക്, ടിംബക്ടു. അവനാണ് ഈ പ്ലേസിനൊക്കെ കൺട്രോൾ ചെയ്യുന്നേ. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. X-ray vision on. Magnetic pull on. Magnetic pull on. അല്ല, നമ്മളെപ്പോഴാ 10 ഗോൾ അടിച്ച് മനസ്സിലാവുന്നില്ലല്ലോ. ലാസ്റ്റ് 30 സെക്കൻഡ്സ്. ഈ സമയത്തിനുള്ളിൽ ആരാണ് ഗോൾ അടിക്കുന്നത് ആ ടീമായിരിക്കും ജയിക്കുക. ജിൻടു, ഇപ്പൊ നീ എല്ലാവരെയും പഴയ പോലെ ആക്ക്. അവസാനത്തെ ഗോൾ എല്ലാവരും കാണട്ടെ. അതിനെന്താ, ഇപ്പൊ ശരിയാക്കി തരാം. ഇതെപ്പോഴാ ഈ 10 ഗോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചത്? ഇവരെന്റെ കമാൻഡ് ഒന്നും അനുസരിക്കുന്നേ ഇല്ലല്ലോ. 10, 9, 8, 7, 6, 5, 4, 3, 2. പിന്നെ പോയി അയ്യോ, എന്നെയല്ല, ടീമിന്റെ ക്യാപ്റ്റനെ ഉയർത്ത്. എനിക്കൊരു ജോലി ചെയ്ത് തീർക്കാനുണ്ട്. ടിംബക്ടു അങ്കിൾ, നിങ്ങളുടെ ഏതോ മൈൻഡ് കൺട്രോളിംഗ് ബഗ്സ് എന്റെ കയ്യിലുണ്ട്. എന്നാ ഇത് കൊണ്ടേക്കോ. ഞാനിനി കുറച്ചു നേരം ഇത് വെച്ച് കളിക്കട്ടെ. എനിക്ക് ഉയരം വളരെ പേടിയാണ്. എന്നെ വിടൂ. എന്നാ പിന്നെ കണ്ണട എനിക്ക് ഇങ്ങ് താ. ഇന്ന് പിടിച്ചോ. പക്ഷെ എന്നെ വെറുതെ വിടൂ. അയ്യോ, ഇംലി, മതിയാക്ക്. ബോധത്തില് വാ. ഇംലി, ഞാൻ പറയുന്നത് കേക്ക്. എന്റെ കണ്ണിലേക്ക് നോക്ക്. ഞാൻ നിന്നെ ഇപ്പൊ തന്നെ പഴയതുപോലെ ആക്കാം. ചിഞ്ചിഞ്ചു, നമ്മുടെ പണി കഴിഞ്ഞു. വാ, നമുക്ക് പോയി നമ്മുടെ പ്രതിഫലം വാങ്ങാം. ഞാൻ എന്റെ കാശും എടുത്തോണ്ട് വല്ല ഗ്രാമത്തിലേക്കും പോവാ. ഇവിടെ മൊത്തം പ്രശ്നങ്ങളാണെന്നേ. നമ്മളിവിടെ എന്ത് ചെയ്യോണ്ടിരിക്കാവേ? പേടിക്കണ്ട ഇംലി, വേഗം എന്റെ ദേഹത്തുനിന്ന് പിടിവിട്. എന്റെ വിങ് സ്യൂട്ടിന്ന് പിടിവിട്ടില്ലെങ്കിൽ നമുക്ക് പറക്കാൻ പറ്റില്ല. ഇല്ല, എനിക്ക് പേടിയാവുന്നു.
ഒന്ന് വേഗം ചെന്ന് വീറിനെ രക്ഷിക്ക്. ഇനി ആ വീറ് നേരെ താഴെ വീണ് തവിട് പൊടിയായി പോകും. അപ്പൊ നമുക്ക് അവനെ നമ്മുടെ കൂടെ എടുത്തോണ്ട് പോകാമെന്നേ. ഇംലി, നിനക്കെന്നെ വിശ്വാസമുണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ എന്നെ വിട്. ഒരു നിമിഷം എന്റെ ശ്വാസം വരെ നിന്നുപോയി. ശരിക്കും ശ്വാസം നിൽക്കാൻ പോകുന്നതേ അവൻ തിരിച്ചു വരുമ്പോഴാ. ജീവൻ വേണമെങ്കിൽ ഓടിക്കോണോ ഹിപ്നോട്ടൈസേ. ബോസേ, ബോസേ. എന്താടാ മണ്ട, കാര്യം നടന്നിട്ടില്ലെങ്കിൽ നീ ആ റോക്കറ്റുമായിട്ട് ഇങ്ങോട്ട് വന്നാ മതി. ബോസ്, ബോസ്, റോക്കറ്റിന്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ ഞാൻ